ഞാൻ 10:9-10 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ അവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾ മേച്ചൽപ്പുറം കണ്ടെത്തണം? മേച്ചൽപ്പുറം നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അത് നിങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ പോകണ്ട. ഇറ്റ്സ് ദെയർ, അത് അവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വം അതിൽ ചെന്ന് എത്തുക എന്നത് മാത്രമാണ്. ദൈവം നിങ്ങൾക്കുള്ള സകലതും അവിടെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അവിടെ നടക്കുന്ന രണ്ടാമത്തെ കാര്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധമൽ സന്തോഷമെന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവരാജ്യത്തിൻ്റെ അനുഭവം അത് ഭക്ഷണവും പാനീയവുമല്ല. 1 നീതി, 2 സമാധാനം, 3 പരിശുദ്ധാത്മാവിൽ സന്തോഷം. നിങ്ങൾ നിൽക്കുന്ന മണ്ഡലം ദൈവികമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുവെങ്കിൽ, ദൈവിക നീതി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നെങ്കിൽ, 2 സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഉറപ്പാ അവിടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവമുണ്ട്. ഇത് മേച്ചൽപ്പുറത്തിലുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ടും ദൈവത്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായതുകൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതായതുകൊണ്ട് ആ പ്രത്യേക മണ്ഡലത്തിൽ നിങ്ങൾക്കുള്ള സകലതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനായിരിക്കും. അവിടെ അവൻ നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും അവൻ അവിടെ കരുതിയിരിക്കും. യുദ്ധം ചെയ്യാനുള്ള ആയുധം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ ദൂതന്മാർ അവിടെ ഉണ്ടായിരിക്കും. അഥവാ ആ പ്രത്യേക മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അവിടെ നിനക്ക് ഒരുപക്ഷെ വെല്ലുവിളികൾ കാണുമായിരിക്കാം, പ്രതികൂലങ്ങൾ കാണുമായിരിക്കാം, ഒരുപക്ഷെ നിന്നെ അവിടെ നിർത്തുകയില്ല എന്ന് വാദിക്കുന്ന ദേശശക്തികൾ കാണുകയായിരിക്കാം, എതിർക്കുന്ന സുഹൃത്തുക്കൾ കാണാം. പക്ഷെ ദൈവം പറയുന്ന സ്ഥാനത്ത് നീ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നെ മാറ്റുവാൻ, ഇടത്തോട്ടോ മലത്തോട്ടോ തല്ലിമനീറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്തുകൊണ്ടാ? മേച്ചൽപ്പുറം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്, ആ മേച്ചൽപ്പുറം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, അവൻ അകത്ത് വരണം, 2 പുറത്തു പോകണം, മേച്ചിൽപ്പുറം കണ്ടെത്തണം. ദൈവം നിന്നെ ടീച്ചിങ്ങിനായി വിളിച്ചിരിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ പോകണം. ദൈവം നിന്നെ പ്രീച്ചിങ്ങിനായി വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിന്നെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ പോകണം. ദൈവം നിന്നെ മേഴ്സി മിനിസ്ട്രിക്കായി വിളിച്ചിരിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ആ നിലവാരത്തിൽ നീ പ്രയോജനപ്പെടണം. ദൈവം നിനക്ക് വിശ്വാസത്തിന്റെ മണ്ഡലത്തിലാണ് നിന്നെ ബലപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ആ മണ്ഡലത്തിൽ നീ പ്രയോജനപ്പെടണം. ദൈവം നിന്നെ പ്രൊഫഷണലായി കണ്ടിരിക്കുന്നെങ്കിൽ ആ നിലവാരത്തിൽ നീ ദൈവവേല ചെയ്യണം. ദൈവം നിന്നെ എഞ്ചിനീയറായി കണ്ടു കഴിഞ്ഞാൽ ആ നിലവാരത്തിൽ ദൈവത്തോട് പ്രയോജനപ്പെടണം. ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്ന മേച്ചിൽപ്പുറത്തിൽ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവിടെ നീതിയും സമാധാനവും പരിശുദ്ധമായ സന്തോഷവും ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ജയജീവിതം അനുഭവിക്കുവാൻ കഴിയും. പലപ്പോഴും കോളിംഗ് അല്ലെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പുമുള്ള സെമിനാറുകൾ എടുക്കുമ്പോൾ പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലരും ഇങ്ങനെ വടക്കേന്ത്യയിൽ ആയിരിക്കുന്ന സമയത്ത്, ഞാൻ പ്രത്യേക വടക്കേന്ത്യ ടൂറിലായിരുന്ന സമയത്ത് അനേക ദൈവദാസന്മാരെ ഞാൻ കണ്ട് അവരോട് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 18 വർഷമായി ഞാൻ ഇന്നടുത്ത് ശുശ്രൂഷിക്കുകയാണ്, 20 വർഷമായി ഇന്നടുത്ത് ശുശ്രൂഷിക്കുകയാണ്, കൃപയുണ്ട്, കൃപാവരമുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ഒരു പരിധിക്കപ്പുറം എനിക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ധനം ലഭിക്കുന്നുണ്ട്, പക്ഷേ തികയുന്നില്ല. കുടുംബത്തിൽ പലപ്പോഴും സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഭാര്യ രോഗിയായി തീരുന്നു, മക്കൾ രോഗികളായി തീരുന്നു. 16 വർഷമായിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞ ശേഷം ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ ഇങ്ങനെ ജീവിതത്തിൽ നരകതുല്യമായി പൊക്കൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ഞാൻ അവരെ നോക്കി പറയും, ദൈവം നിന്നെ പരാജയപ്പെടുവാനല്ല വിളിച്ചത്, ദൈവം നിന്നെയാണെങ്കിൽ തകർക്കുവാനല്ല വിളിച്ചത്. കാലഘട്ടത്തിൽ ദൈവപ്രവൃത്തിക്കായി നീ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിനക്കൊരു ജയം അവിടെ ദൈവം തീർച്ചയായും തരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള മേച്ചിൽപ്പുറം കണ്ടെത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ആക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുക. മേച്ചിൽപ്പുറത്തിൽ നിങ്ങൾ വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതാകുന്നു അടുത്തതായി നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എവിടെയാ മോഷണം നടക്കുന്നത്? എവിടെയാ അറക്കപ്പെടുന്നത്? എവിടെയാ മുടിക്കപ്പെടുന്നത്? ഒരു ഭവനത്തിൽ മോഷണം എപ്പോഴാണ് നടക്കുന്നത്? അവിടുത്തെ ആൾക്കാർ ഉറങ്ങുമ്പോഴോ, അവിടുത്തെ ആൾക്കാർ ആ ഭവനത്തിൽ ഇല്ലാതിരിക്കുമ്പോഴോ, ആ ഭവനത്തിന് സുരക്ഷിതത്വം കുറവുള്ളപ്പോഴോ, അതിനകത്ത് കടക്കുവാൻ തക്കമുള്ള സാഹചര്യം ഉള്ളപ്പോഴോ ആകുന്നു അതിനകത്ത് മോഷണം അല്ലെങ്കിൽ അറക്കപ്പെടുക അഥവാ കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒരു നിലവാരത്തിനും അകത്ത് കടക്കുവാൻ അകത്ത് കടക്കുവാൻ തക്കതായ സാഹചര്യം ഇല്ല എങ്കിൽ അവിടെ പരാജയം ഉണ്ടാകത്തില്ല, മോഷണം നടക്കത്തില്ല. ഒരു വ്യക്തി അറക്കപ്പെടുന്നുവെങ്കിൽ,
ഒരു വ്യക്തി മുടിക്കപ്പെടുന്നുവെങ്കിൽ, ഒരു വ്യക്തി മോഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മേലുള്ള ദൈവിക സുരക്ഷിത്വം നഷ്ടപ്പെടുകയോ അല്ല എങ്കിൽ അവൻ ദൈവിക സുരക്ഷയിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? മേച്ചിൽപ്പുറത്തിൽ മോഷണം നടക്കത്തില്ല. എന്തുകൊണ്ട്? അത് ദൈവത്തിന് പരിശുദ്ധ മനൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടും സ്വർഗത്തിലെ ദൂതന്മാർ കാക്കുന്നത് കൊണ്ടും അവിടെ മോഷണം നടക്കത്തില്ല. ഒരുത്തിനും മറക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദൈവം അതിനെ അനുവദിക്കുകയില്ല. ഒറ്റൊരുത്തിന് പോലും മുടിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദൈവം നൽകിയിരിക്കുന്ന മേച്ചിൽപ്പുറത്തിൽ നീ മുടിക്കപ്പെട്ടാൽ, അറക്കപ്പെട്ടാൽ, മോഷ്ടിക്കപ്പെട്ടാൽ അതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ അതിന് മാനഹാനി വരുന്നത് നമുക്കല്ല, സർവശക്തനായ ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും മേച്ചിൽ പുറത്തില്ല ഉള്ള ഒരു വ്യക്തി മോഷ്ടിക്കപ്പെടുവാനോ അറക്കപ്പെടുവാനോ മുടിക്കപ്പെടുവാനോ അനുവദിക്കുകയില്ല. അത് സംഭവിക്കുകയുമില്ല. എന്നാൽ ദൈവം വിളിച്ച വിളിയിൽ നിന്നും മാറി ആ വ്യക്തി തന്നിഷ്ടപ്രകാരം മേച്ചിൽപ്പുറത്തിന് പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുന്നുവെങ്കിൽ, കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സുരക്ഷിത്വ ബോധവും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരും ദൈവത്തിന്റെ ട്രഷേഴ്സും ദൈവത്തിന് പ്രത്യേക സെക്യൂരിറ്റിയും ഇല്ലാത്തത് കൊണ്ട് അവൻ അറക്കപ്പെട്ടുകൊണ്ടും മുടിക്കപ്പെട്ടുകൊണ്ടും മോഷ്ടിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. മേച്ചിൽപ്പുറത്തിന് പുറത്തും ടാക്സ് കൊടുക്കാം, മേച്ചിൽപ്പുറത്തിന് പുറത്തും ചർച്ച പണിയാം, മേച്ചിൽപ്പുറത്തിന് പുറത്തും പ്രസംഗിക്കാം, മേച്ചിൽപ്പുറത്തിന് പുറത്തും രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. എന്ത് സംഭവിക്കും? നിനക്കൊരിക്കലും ഉയർച്ച പ്രാപിക്കാൻ കഴിയുകയില്ല. നാം പറയും, ഞാൻ ദൈവവേലയെ ചെയ്യുന്നത്, ഞാൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞാൻ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുന്നത്, ഞാൻ ദൈവത്തിനു വേണ്ടി ഉപവസിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ദൈവം പറയുന്ന സ്ഥാനത്ത്, ദൈവം പറയുന്ന സമയത്ത് പരിശുദ്ധമ ശബ്ദത്തിന് കീഴ്പ്പെട്ട് ദൈവമാക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തത നിൽക്കാത്തിടത്തോളം കാലം ദൈവവേലയാ ചെയ്യുന്നതെങ്കിൽ പോലും നിനക്ക് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുകയില്ല. പലരും മനസ്സിൽ ഇങ്ങനെ ഊറ്റം കൊള്ളുന്നത്, ദൈവവേലയൊക്കെ ചെയ്യുമ്പോൾ കഷ്ടതയും പോരാട്ടവും പട്ടിണിയും ഒക്കെ ഉണ്ട്. ശരിയാ, പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്, ശോധനകളുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതിനപ്പുറമായി നിന്റെ ജീവിതത്തിൽ പട്ടിണിയും ശോധനയും കഷ്ടതയും ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമല്ല. സുവിശേഷം നിമിത്തം മേച്ചിൽപ്പുറത്തിൽ കഷ്ടതയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറയുന്നത് എന്ന് സുഖിച്ച് ജീവിക്കാമെന്നല്ല. സുവിശേഷം നിമിത്തം നിനക്ക് മേച്ചിൽപ്പുറത്തിൽ കഷ്ടത കാണും. പക്ഷേ മേച്ചിൽപ്പുറത്തിന് പുറത്തു പോയത് നിമിത്തം നീ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ, നീ മോഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ, നീ അറക്കപ്പെടുന്നുവെങ്കിൽ സുവിശേഷ വേലയുമായി ബന്ധിപ്പിച്ച് നീ ദൈവത്തെ കുറ്റം പറയരുത്. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തത നിന്ന് കഴിഞ്ഞാൽ പ്രതികൂലത്തിന് മധ്യത്തിൽ, പ്രയാസത്തിന് മധ്യത്തിൽ, നഷ്ടങ്ങളുടെ മധ്യത്തിൽ, ശോധനകളുടെ മധ്യത്തിൽ നിനക്ക് നീതി ഉണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ടായിരിക്കും. അതുകൊണ്ടാകുന്നു ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന, ഒരുമിച്ച് പറയട്ടെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുവാൻ തുടങ്ങും. പ്രതികൂലമുണ്ട്, മകളെ കെട്ടിച്ച് കാണത്തില്ല, മോൻ അഡ്മിഷൻ കിട്ടി കാണത്തില്ല. എന്നാൽ നീ മേച്ചിൽപ്പുറത്തിലാണെങ്കിൽ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ആവശ്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ പോലും നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്നൊരു സമാധാനം ഉണ്ടായിരിക്കും. അതാ ദൈവരാജ്യത്തിന്റെ അനുഭവം. എന്നാൽ നീ പുറത്തെ മണ്ഡലത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? നിനക്ക് സമാധാനം കാണത്തില്ല. ദൈവവേല ചെയ്യുന്നത് സമാധാനമില്ല, ബിസിനസ്സാ ചെയ്യുന്നത് സമാധാനമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, രോഗത്തിന് പ്രയാസങ്ങൾ, എപ്പോഴും അസമാധാനം, ഭയം, ജീവിതത്തിൽ ഫിയർ ഓഫ് ഫ്യൂച്ചർ, അതാ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് സിക്നസ്, ഒത്തിരി ഭയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. എന്നാൽ മേച്ചിൽപ്പുറത്തിൽ അത് സംഭവിക്കുകയില്ല. നീ മേച്ചിൽപ്പുറത്തിന് പുറത്തു പോകുമ്പോൾ, അതുകൊണ്ട് ആ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പലരും രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അവർ മേച്ചിൽപ്പുറത്തിൽ വരാത്തിടത്തോളം കാലം അവർക്ക് ദൈവിക സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല. രക്ഷിക്കപ്പെട്ടോ